ഹായ് എവരി വൺ, വൺസ് അഗെയിൻ എല്ലാവർക്കും ടാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ആണ്. കഴിഞ്ഞ ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്ലബിംഗ് ആയിരുന്നു. അപ്പോൾ ക്ലബിംഗ് എന്താണെന്ന് നമുക്കറിയാം. മറ്റൊരാളുടെ ഇൻകം നമ്മുടെ ഇൻകത്തിലേക്ക് കൂട്ടുക, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ക്ലബിംഗ് എന്ന് പറയുന്നത്. പല കേസുകളുണ്ട്, പല സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിൽ മറ്റൊരാളുടെ ഇൻകം നമ്മുടെ ഇൻകത്തിലേക്ക് കൂടുന്നത്. ഓക്കെ, ദെൻ സാലറി, ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ് ഓർ ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ, അതർ സോഴ്സ്. ഈ 5 ഹെഡ് കൂട്ടിയാൽ നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. ഇതിൽ നിന്ന് 80C മുതൽ 80U വരെയുള്ള കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടും. അപ്പോൾ ഈ ക്ലബിങ്, അഗ്രിഗേഷൻ, ഈ നമ്മൾ പഠിക്കാൻ പോകുന്ന സെറ്റ് ഓഫ്, ഇതൊക്കെ ഇവിടെ തീർന്നിട്ടുണ്ടാവും. ഈ ഭാഗം കൊണ്ടൊക്കെ എന്താണ് ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് എന്താണ് സെറ്റ് ഓഫ് എന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ തിയറിയിലേക്ക് പോകുന്നതിന് മുന്നേ ജസ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഈ 5 ഹെഡ്: സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ, അതർ സോഴ്സ്. അപ്പോൾ ഇതിൽ 2 ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട് അദ്ദേഹത്തിന്. ഹൗസ് പ്രോപ്പർട്ടി 1ൽ നിന്നും ഒരു 1000 രൂപ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതേസമയം ഹൗസ് പ്രോപ്പർട്ടി 2 അതിൽ നിന്ന് 300 രൂപ ലോസാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സാധാരണഗതിയിൽ നമ്മൾ ഈ 1000-ന് ടാക്സ് അടയ്ക്കണം അല്ലേ? പക്ഷേ നമുക്ക് അതേ സമയം ഒരു 300 രൂപ നഷ്ടം കൂടി സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 1000-ൽ നിന്ന് ഈ 300 രൂപ കുറയ്ക്കാം. അപ്പോൾ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? 700 രൂപയ്ക്ക് ടാക്സ് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ നമുക്കെന്താണ്, ഒരു ഹെഡിൽ നിന്ന് നമ്മുടെ ലോസിനെ പ്രോഫിറ്റിൽ നിന്നും കുറയ്ക്കാൻ പറ്റും. ഇങ്ങനെ തട്ടിക്കഴിക്കുന്നതിനാണ് നമ്മൾ സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫ് എന്നാണ് നമ്മൾ വിളിക്കുക. ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫ്, ഒരു ഹെഡിൽ നിന്ന് തന്നെ സെറ്റ് ഓഫ് വിത്തിൻ ദി സെയിം ഹെഡ്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊന്നിനെ പരിചയപ്പെടാം. ഇതേ കണക്കിനെ നമുക്കിവിടെ ചെറിയൊരു മാറ്റം വരുത്തി. ലോസ് 300-ന് പകരം 3000 ആയിരുന്നെങ്കിൽ എന്താവും സ്ഥിതി? നമുക്ക് ഇവിടുന്ന് മൈനസ് ചെയ്താലും ബാക്കി ഇനിയുണ്ട് 2000, ഇനിയും ലോസാണ് അല്ലേ? 1000 പ്രോഫിറ്റ് ഉണ്ട്, 3000 ലോസാണ്. അപ്പോൾ നമ്മൾ തട്ടിക്കിഴിച്ചു. അപ്പോൾ വീണ്ടും നമുക്ക് 2000 ലോസ് ഉണ്ട്. ഈ 2000 നമുക്ക് ഇവിടുന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഗെയിൻ ഉണ്ടെങ്കിൽ, ലാഭം ഉണ്ടെങ്കിൽ, ഇവിടുന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇൻ്റർ ഹെഡ് സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് വിത്ത് അതർ ഹെഡ്. അപ്പോൾ ഇവിടെ തീർന്നിട്ടില്ലെങ്കിൽ നമുക്കെന്താണ്, ബാലൻസ് മറ്റ് ഹെഡിൽ പോയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ് ഓഫ് ചെയ്യാം. അപ്പോൾ അതിനെയാണ് ഇൻ്റർ ഹെഡ് സെറ്റ് ഓഫ്. ഇങ്ങനെ 2 തരത്തിലുള്ള സെറ്റ് ഓഫ് ആണുള്ളത്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. സോ ഒന്ന് നോക്കുക. 5 ഹെഡ് തന്നിട്ടുണ്ട്. അതിൽ സാലറിയിൽ ഒന്നുമില്ല. ഹൗസ് പ്രോപ്പർട്ടി 1ൽ 1000 രൂപ പ്രോഫിറ്റ്, 2ൽ 3000 രൂപ ലോസ്. PGBP, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, അതിലൊരു 500 റുപ്യ ഉണ്ട്. പിന്നെ ക്യാപിറ്റൽ ഗെയിനിൽ ഒരു 1000 രൂപ, പിന്നെ അതർ സോഴ്സിൽ ഒരു 200 റുപ്യ. ഓക്കെ, ഇതാണ് നമ്മളെ കണക്ക്. അപ്പോൾ എങ്ങനെയാണ് ഇത് സെറ്റ് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഈ ഹൗസ് പ്രോപ്പർട്ടിയിൽ നമുക്കെന്താണ് 3000 രൂപ ലോസ് ഉണ്ട്. ഇത് ഇവിടുന്ന് സെറ്റ് ഓഫ് ചെയ്യും. ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫ് എന്നാണ് ഇതിന് പറയുക. സെറ്റ് ഓഫ് വിത്തിൻ ദി സെയിം ഹെഡ്, ഒരേ ഹെഡിൽ നിന്ന് തന്നെ സെറ്റ് ഓഫ് ചെയ്യാം. അപ്പോൾ അതിൽ വീണ്ടും ബാക്കിയുണ്ട് 2000 റുപ്യ ഇനിയും ലോസ് ഉണ്ട്. ആ 2000 ലോസ് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്നൊക്കെ സെറ്റ് ഓഫ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമുക്ക് 200, 1000, 500, 1700. അപ്പോൾ 1700 രൂപ വരെ ഇവിടെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീണ്ടും എന്താണ്, 300 റുപ്യ എന്താണ്, ഇനിയും ബാലൻസ് ഉണ്ട്, നഷ്ടമാണല്ലേ? അതാണ് നമ്മൾ എന്ത് ചെയ്യുക? നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ്. അതാണ് ക്യാരി ഫോർവേഡ് ടു നെക്സ്റ്റ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇൻ്റർ ഹെഡ് സെറ്റ് ഓഫ് ആണ്. മറ്റ് ഹെഡ് പോയിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇൻ്റർ സോഴ്സ്, ഇൻ്റർ ഹെഡ്, ക്യാരി ഫോർവേഡ്. ഓക്കെ ആണല്ലോ? ഇനി നമുക്കതിൻ്റെ തിയറിയിലേക്കൊന്ന് പോകാം. ഓക്കെ, അപ്പോൾ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ്. സെറ്റ് ഓഫിൻ്റെ തിയറിയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ 2 തരത്തിലുള്ള സെറ്റ് ഓഫ് ഉണ്ട്. ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫും ഇൻ്റർ ഹെഡ് സെറ്റ് ഓഫും. ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
സെറ്റ് ഓഫ് വിത്തിൻ ദി സെയിം ഹെഡാണ്. ഇൻ്റർ ഹെഡ് സെറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓഫ് വിത്ത് അതർ ഹെഡ്, മറ്റ് ഹെഡ് പോയിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. എന്താണ് ക്യാരി ഫോർവേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ക്യാരി ഫോർവേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൻ ലോസ് കനോട്ട് ബി സെറ്റ് ഓഫ് ഇൻ ദി സെയിം പ്രീവിയസ് ഇയർ ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു നെക്സ്റ്റ് ഇയർ ഫോർ സെറ്റ് ഓഫ്. അതായത് ഈ പ്രീവിയസ് ഇയറിൽ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് നമുക്ക് അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കാം. അതിനെയാണ് ക്യാരി ഫോർവേഡ് എന്ന് പറയുന്നത്. സോ ഈ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് എന്ന് പറയുന്നതിന് സ്പെഷ്യൽ റൂളുകളുണ്ട്. ഏതെല്ലാം ലോസ് ഏതൊക്കെ ഇൻകത്തു നിന്ന് സെറ്റ് ഓഫ് ചെയ്യാം, എത്ര വർഷം വരെ ഓരോ ലോസും നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ടാക്സിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. റൂൾസ് റിഗാർഡിംഗ് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ്. യെസ്, സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് റൂൾ. അപ്പോൾ ഇതിൽ നമ്മൾ 5 ഹെഡ് ആയിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. സാലറി ശ്രദ്ധിക്കുക. സാലറി എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ലോസ് ഉണ്ടാവുമോ? ഇല്ല. ഒക്കെ സാലറി എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും വരുമാനം, അതിന് മൈനസ് സാലറി എന്ന പരിപാടിയില്ല. സോ അതുകൊണ്ട് എന്താണ് നോ ലോസ്, അതുകൊണ്ട് സെറ്റ് ഓഫ് ഇല്ല. ഇവിടെ നമ്മൾ പറഞ്ഞത് ക്യാരി ഫോർവേഡ് ആട്ടോ. അത് എത്ര വർഷം വരെ നമുക്ക് അങ്ങനെ മാറ്റി വയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ക്യാരി ഫോർവേഡ് ഈ കോളം കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഒരു സാലറിൻ്റെ കേസിൽ ഇതിൻ്റെ ആവശ്യമില്ല, കാരണം ലോസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിനെ ക്യാരി ഫോർവേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹൗസ് പ്രോപ്പർട്ടി ശ്രദ്ധിക്കുക. ഹൗസ് പ്രോപ്പർട്ടി ലോസ് ഫ്രം ഓൾ, എല്ലാത്തിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ ശ്രദ്ധിക്കുന്ന ഒരു പോയിൻ്റ്, മാക്സിമം എത്രയാണ്? 2 lakh ആണ്. നമുക്ക് കണക്കൊക്കെ വരുമ്പോൾ ഡീറ്റെയിലേക്ക് പോകും. ഓക്കെ, ദെൻ എത്ര വർഷം വരെ? 8 വർഷം വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് അങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, ദെൻ മറ്റൊന്ന് ബിസിനസ് ലോസ്. ബിസിനസ് ലോസിൻ്റെ പ്രത്യേകത ഓൾ എക്സെപ്റ്റ് സാലറി, സാലറി ഒഴികെയുള്ള എല്ലാത്തിനും സെറ്റ് ഓഫ് ചെയ്യാം. എത്ര വർഷമാണ്? ഇനി ഞാൻ വേഗം പോവുകയാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 8 വർഷം വരെ ക്യാരി ഫോർവേഡ് ചെയ്യാം. ഈ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട എല്ലാം ശ്രദ്ധിക്കുക. അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ, നമ്മൾ ബിസിനസ് ഇൻകത്തെ കുറിച്ച് പറഞ്ഞ ക്ലാസ്സിൽ ഡിപ്രീസിയേഷനും അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷനൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞാണ്. അപ്പോൾ ആ ക്ലാസ് ഒന്ന് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ അതും എന്താണ്? ഓൾ എക്സെപ്റ്റ് സാലറി, സാലറി ഒഴികെയുള്ള എല്ലാ ഹെഡിൽ നിന്നും സെറ്റ് ഓഫ് ചെയ്യാം. അത് നോ ലിമിറ്റാണ്. എത്ര വർഷം അത് തീരുന്നവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, ദെൻ സ്പെക്കുലേഷൻ ബിസിനസ് ലോസ്. സ്പെക്കുലേഷൻ ഊഹക്കച്ചവടം അല്ലേ? അപ്പോൾ സ്പെക്കുലേഷൻ ബിസിനസ് ലോസ് ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൺലി സ്പെക്കുലേഷൻ ഇൻകം, അത് സ്പെക്കുലേഷൻ ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ, അല്ല വേറെ ഒരു ഹെഡിലും അല്ലെങ്കിൽ വേറെ ഒന്നൊന്നും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. 4 വർഷം വരെ അതിന് എന്തുണ്ട്? കാലാവധി ഉണ്ട്. അങ്ങനെ നമുക്ക് സ്പെക്കുലേഷൻ ഇൻകത്തിൽ നിന്ന് അങ്ങനെ സെറ്റ് ഓഫ് ചെയ്യാം. ദെൻ സ്പെസിഫൈഡ് ബിസിനസ്, ഇന്ന ബിസിനസ് എന്നൊക്കെ പറഞ്ഞാൽ സ്പെസിഫൈ ചെയ്യുന്ന ബിസിനസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതെന്താണ്? ഓൺലി സ്പെസിഫൈഡ് ബിസിനസ് ഇൻകം, അത് ഇതിൽ നിന്ന് മാത്രമേ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നോ ലിമിറ്റ്, അതാണ് എൻ്റെ പ്രത്യേകത. ലിമിറ്റില്ല, തീരുന്നവരെ പോവാം. ദെൻ ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ് നിർത്തുകയാണ്. അങ്ങനെ നിർത്തുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്താണ് ലോസൊക്കെ സംഭവിക്കാം. അങ്ങനെ എന്താണ്? അത് വേറൊരു ബിസിനസ് അവിടെ നിർത്തിയെങ്കിൽ അതിനെന്തെങ്കിലും ലാഭം ഉണ്ടെങ്കിൽ അതിനെ പറ്റുള്ളൂ. ഓൺലി ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ് ഇൻകം. ഓക്കെ, ഇത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? നോട്ട് ക്യാരി ഫോർവേഡ്, കാരണം ആ ബിസിനസ് അവിടെ നിന്ന് കഴിഞ്ഞത്. സോ അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ എന്താണ്? നോട്ട് ക്യാരി ഫോർവേഡ്, അത് ക്യാരി ഫോർവേഡ് ചെയ്യില്ല. ഓക്കെ, ഇനി ക്യാപിറ്റൽ ലോസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ക്യാപിറ്റൽ ലോസ് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസും ലോങ് ടൈം ക്യാപിറ്റൽ ലോസും ഉള്ളത്. ഈ മൊത്തത്തിൽ ക്യാപിറ്റൽ ലോസിൻ്റെ ഒരു പ്രത്യേകത നോട്ട് വിത്ത് അതർ ഹെഡാണ്. മറ്റ് ഹെഡിൽ നിന്നൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കോമൺ ആയിട്ടുള്ള അതിനൊരു നിയമമുണ്ട്. ദെൻ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ആണെങ്കിൽ അത് എന്ന് പറ്റും? ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും സെറ്റ് ഓഫ് ചെയ്യാം. എന്നാൽ ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് ആണെങ്കിൽ അതിന് മാത്രമേ പറ്റുള്ളൂ, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന് മാത്രമേ പറ്റുള്ളൂ, അല്ലാതെ ഷോർട്ട് ടൈം എന്ന് പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ഷോർട്ട് ടൈം ലോങ് ടൈം, ഷോർട്ട് ടൈം എന്ന് പറഞ്ഞാൽ ചെറുതാണല്ലോ. അപ്പോൾ ചെറിയ കുട്ടിക്ക് എന്ന് പറ്റും? വലിയ ആളെടുത്തൊന്നും ചെറിയ ആളെടുത്തൊന്നും ഒക്കെ എന്താണ് മേടിക്കാൻ പറ്റും. എന്നാൽ ലോങ് ടൈം വലുത്, അതെന്താണ്? വലുതെന്ന് മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. 8 വർഷം വരെ എന്ത് ചെയ്യാൻ പറ്റും? അത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കണം, ക്യാപിറ്റൽ ലോസിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലോസ്
നോട്ട് വിത്ത് അതർ ഹെഡ്, അത് മറ്റൊരു ഹെഡിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഓൺലി ഫ്രം ക്യാപിറ്റൽ ഇൻകം. ഓക്കെ, ദെൻ അതർ സോഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട് നോക്കുക. അതർ സോഴ്സിൽ പ്രധാനമായിട്ടും വരുന്നത് ലോട്ടറി, ക്രോസ്വേഡ്, ഗാംബ്ലിംഗ്, കാർഡ് ഗെയിം, ബെറ്റിംഗ്, ലോസ് ഫ്രം ആൻ എക്സംപ്റ്റ് സോഴ്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതൊന്നും സെറ്റ് ഓഫ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. cannot സെറ്റ് ഓഫ്. ഓക്കെ, ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ലോസ് ഫ്രം ആക്ടിവിറ്റീസ് ഓഫ് ഓയിങ് ആൻഡ് മെയിൻറ്റെയിനിങ് റേസോഴ്സ്. റേസോഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ലോസ് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഓൺലി വിത്ത് സച്ച് ആക്ടിവിറ്റീസ്, അത്തരത്തിലുള്ള ഇൻകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കണം, 4 വർഷം വരെയാണ് ഇതിൻ്റെയൊക്കെ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ, ക്യാരി ഫോർവേഡ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെറ്റ് ഓഫ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള റൂള്, അതിൻ്റെ ക്യാരി ഫോർവേഡിൻ്റെ റൂള് ഒക്കെ ഒരുമിച്ചാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇത് ഈ ഒരു ചാർട്ട് അതേപോലെ നിങ്ങൾക്കാണ് വരച്ച് വെച്ചാൽ മതി. എന്നാൽ നിങ്ങൾക്ക് എന്താണ്, കണക്ക് ചെയ്യാൻ വളരെ സിമ്പിളാണ്.